നിനക്കായി മാത്രം. കണ്ണു തുറന്നപ്പോൾ ആദ്യം നിത്യയ്ക്ക് ഒന്നും മനസ്സിലായില്ല. കയ്യിലെ ട്രിപ്പും അതിലേക്ക് നീളുന്ന ട്രിപ്പ് സ്റ്റാൻഡും കണ്ടപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് താൻ ഹോസ്പിറ്റലിലാണെന്ന്. ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അവൾ കൺഫ്യൂഷനിലായി. നോക്കുമ്പോൾ കരയുന്ന മമ്മിയും പപ്പയും നീയും, ദുഃഖത്തോടിരിക്കുന്ന മീയും മുമ്മും. ഇനി ഇങ്ങനത്തെ അബദ്ധമൊന്നും കാണിക്കരുത് കേട്ടോ. അതും പറഞ്ഞ് മിഥുൻ ഡോക്ടർ പോയി. അവൾ യാന്ത്രികമായി തലയാട്ടി. എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്തത്? നിന്റെ ഒരാഗ്രഹവും ഈ പപ്പയും അമ്മയും സാധിച്ചു തരില്ലേ? മമ്മി വ്യാകുലതയോടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം നിനക്ക് ഞങ്ങളെ ഒന്നും ഓർക്കായിരുന്നില്ലേ? മീരയാണ്. വേണ്ടാത്ത പണി കാണിച്ചിട്ട് കിടക്കുക. മിണ്ടാതെ. മുമ്മു. ചേച്ചിക്ക് ഇത്രയ്ക്ക് ധൈര്യമൊക്കെ ഉണ്ടായിരുന്നോ? നീയ. ഇപ്പം ഏകദേശം എനിക്ക് കാര്യം മനസ്സിലായി. മെഡിസിൻ ഓവർഡോസ് ആയതാണ്. ഇന്നലത്തെ വെപ്രാളത്തിന് എത്ര എണ്ണം കഴിച്ചെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കഴിച്ചതാണെന്നാണ്. ഞാനൊന്ന് പറയട്ടെ? വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലായി. പപ്പ പറഞ്ഞു. അല്ല പപ്പ, നിങ്ങൾ പറയുന്നത് പോലെയൊന്നും അല്ല. നീ ഒരുപാട് സ്ട്രെയിൻ എടുക്കണ്ട നിത്യ. മുമ്മു പറഞ്ഞു. എന്നോട് പറയാതെ പപ്പയും മോളും തന്നെ എല്ലാം സംസാരിച്ചുകൊണ്ടല്ലേ? നിനക്ക് ആ സാറിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ മമ്മിയോട് പറയായിരുന്നില്ലേ? മമ്മി എങ്ങനെയെങ്കിലും പപ്പയെ കൊണ്ട് സമ്മതിപ്പിച്ച് തരുമായിരുന്നല്ലോ. മമ്മി. അപ്പം അതാണ് കാര്യം. പ്രേമം മൂത്ത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ഇന്ന് തന്നെ ആ സാറിനെ കാണാൻ പോകുന്നുണ്ട്. നിനക്ക് അയാളെ ഇഷ്ടമാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. എനിക്കെൻ്റെ മോളുടെ ജീവനാണ് വലുത്. പപ്പ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? നീ അവിടെ അടങ്ങിക്കിടക്കാൻ നോക്ക്. മീര പറയുന്നു. ഇവരാരും എന്നെക്കൊണ്ട് ഒന്നും പറയാൻ സമ്മതിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനൊന്നും സംസാരിക്കാൻ നിന്നില്ല. നിത്യയുടെ പപ്പ വിശാലിനെ കണ്ടു. അയാൾ എഴുന്നേറ്റു. സാർ, ഞാൻ നിത്യയുടെ പപ്പയാണ്. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഓർമ്മ കാണില്ല. ഞാൻ ഓർക്കുന്നുണ്ട്. സാറെന്താ ഇവിടെ? ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നതാ. ഒരു ഞെട്ടൽ വിശാലിൽ വെളിവായി. എന്നെ കാണാനോ? എന്തിന്? സാർ അറിഞ്ഞിട്ടുണ്ടാവില്ല. നിത്യ ഇന്നലെ രാത്രിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വാട്ട്? വിശാലിൻ്റെ നെഞ്ചിൽ ഒരു ഇടി വെട്ടി. അവൾ ഇന്നലെ വിളിച്ച് സാറിനെ കണ്ട കാര്യം എന്നോട് പറഞ്ഞിരുന്നു. സാറിന് എനിക്ക് താല്പര്യമില്ലെന്നും എല്ലാം മറക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു വിവാഹം ഉറപ്പിക്കുകയാണെന്നും പിറ്റേന്ന് രാവിലെ ഞാൻ അറിഞ്ഞു അവൾ ഹോസ്പിറ്റലിലാണെന്ന്. എനിക്കെൻ്റെ മകളേക്കാൾ വലുതല്ല ഈ ഭൂമിയിലെ മറ്റൊന്നും. അതുകൊണ്ട് ഇതൊരു അപേക്ഷയായി കരുതണം. എൻ്റെ മോളെ സ്വീകരിക്കണം. പെട്ടെന്നൊരു മറുപടി പറയാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇതാ എൻ്റെ കാർഡ്. വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. വിളിക്കണം. ഇന്നു മുതൽ ഓരോ ദിവസവും ഞാൻ താങ്കളുടെ ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യും. യാന്ത്രികമായി വിശാൽ കാർഡ് വാങ്ങി. ഏത് ഹോസ്പിറ്റലാണ്? സിറ്റി ഹോസ്പിറ്റൽ. പിന്നീട് ക്ലാസ്സിൽ കയറിയിട്ടും മനസ്സിനൊരു സുഖം തോന്നാത്തതിനാൽ വിശാൽ ലീവ് എഴുതി കൊടുത്ത് ക്വാർട്ടേഴ്സിൽ ലോക്ക് ചെയ്യുന്ന അത്യാവശ്യം തുണി പാക്ക് ചെയ്തു. നാട്ടിൽ എത്തണം, അമ്മയെ കാണണം. പോകും മുൻപ് കഴിഞ്ഞാലൊന്ന് നിത്യയെ കാണണം. തനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ പെണ്ണാണ്. മീര നിത്യയ്ക്ക് ഓറഞ്ച് ജ്യൂസ് നൽകുമ്പോഴായിരുന്നു വിശാൽ കയറി വന്നത്. വിശാലിനെ കണ്ട നിത്യയും മീരയും ഒരുപോലെ ഞെട്ടി. അയാൾ കയറി അകത്തേക്ക് വന്നപ്പോൾ മീര എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് പോയി. നിത്യ. ഞാൻ വിചാരിച്ചത് താനൊരു ധൈര്യമുള്ള പെൺകുട്ടിയാണെന്നാ. ഇത്ര ധൈര്യമേ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക്? ഒരു പ്രശ്നം വന്നാൽ ഭീരുവിനെ പോലെ ആത്മഹത്യ ചെയ്യുകയാണോ വേണ്ടത്? സർ, പ്ലീസ്, സാറെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കേ. വേണ്ട, താനൊന്നും പറയണ്ട. ഞാൻ മനസ്സിലാക്കിയ നിത്യ ഇങ്ങനെ ആയിരുന്നില്ല. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കോ? ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. മനസ്സിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് എനിക്കറിയാം. ഇന്നലെ സാറിനെ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പോൾ എല്ലാം മറന്നൊന്ന് ഉറങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു. അത് ഓവർഡോസ് ആയതാ. അല്ലാതെ സാറിനെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ നോക്കിയതല്ല. ഞാൻ അങ്ങനൊരു പൊട്ടി പെണ്ണല്ല. പറഞ്ഞു തീർന്നപ്പോഴാണ് വിശാലിൻ്റെ കയ്യിലിരിക്കുന്ന ബാഗ് അവൾ ശ്രദ്ധിച്ചത്. ട്രാൻസ്ഫർ ആയിരിക്കും. അല്ല, നാട്ടിലേക്ക്. ഇതിൻ്റെ പേരിൽ ഞാനറിയാതെ എനിക്ക് കണ്ണെത്തും ദൂരത്ത് പോകരുത്. ഒന്നും അല്ലെങ്കിൽ അരികിലുണ്ടെന്ന് എനിക്ക് ആശ്വസിക്കാമല്ലോ. അറിയോ? ഓക്കെ? പപ്പ വന്ന് കണ്ടിരുന്നു. എനിക്ക് തോന്നി. ഞാൻ എന്താണ് അദ്ദേഹത്തിനോട് മറുപടി പറയേണ്ടത്? എന്ത് മറുപടി? മകളെ വിവാഹം കഴിക്കണമെന്ന് അപേക്ഷിക്കാനാണ് അദ്ദേഹം വന്നത്. സാറിന് താല്പര്യമില്ലെന്ന് പറയാറുന്നില്ലേ? പറയാം, ബട്ട് താൻ എനിക്കൊരു ഉറപ്പ് തരണം. പപ്പ ഉറപ്പിച്ച വിവാഹം സമ്മതിക്കുമെന്ന്.
ഇല്ല, ഞാൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ ഒരാളെ മാത്രമേ ജീവിതത്തിൽ പ്രണയിച്ചിട്ടുള്ളൂ. അയാളല്ലാതെ മറ്റാരും എന്നോടൊപ്പം ജീവിതാവസാനം വരെ വേണ്ട. ഒരിക്കൽ അയാൾക്ക് എൻ്റെ സ്നേഹവും മനസ്സിലാവും. അതുവരെ ഞാൻ കാത്തിരിക്കും. ഇനി മനസ്സിലായില്ലെങ്കിൽ മരണം വരെ ഞാൻ കാത്തിരിക്കും. വിശാൽ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു. ഞാൻ പോകുന്നു. പോയി വരണം. ഞാൻ നോക്കിയിരിക്കും. അവനൊന്നും മിണ്ടാതെ പോയി. വിശാൽ ഇറങ്ങിപ്പോകുമ്പോൾ മിഥുനും മീരയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാരാ? മിഥുൻ മീരയോട് ചോദിച്ചു. അതാണ് നമ്മുടെ നിത്യയുടെ കഥയിലെ നായകൻ, ഞങ്ങളുടെ സാറ്. ഓ, ഇയാളാണോ? എന്താ പേര്? വിശാൽ മേനോൻ. എവിടെയോ കണ്ടു മറന്ന പോലെ. മിഥുൻ ചേട്ടൻ്റെ നാട്ടുകാരനാണ്. പുള്ളിയും പാലക്കാടാണ്. ഒറ്റപ്പാലാണോ? അതെ. അറിയോ? ഇല്ല. വീട്ടിൽ ചെന്ന് ജാനകി അമ്മയോട് വിശാൽ എല്ലാം പറഞ്ഞു. മോനെ, ഇനി ഒരു പെൺകുട്ടിയുടെ ശാപം കൂടി ഈ വീട്ടിൽ വീഴരുത്. എൻ്റെ മോൻ കാരണം ആ കുട്ടിയുടെ ജീവിതം ഇല്ലാതായ അമ്മയ്ക്ക് സമാധാനം കിട്ടില്ല. ഞാൻ അവളെ വിവാഹം കഴിച്ചാൽ അവളുടെ ജീവിതം സുന്ദരമാകുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊരിക്കലും അവളെ സ്നേഹിക്കാൻ കഴിയില്ല. അവളെന്നല്ല, ആരെയും മീരയുടെ സ്ഥാനത്ത് കാണാൻ എനിക്ക് കഴിയില്ല. ഞാൻ വിവാഹം കഴിച്ച അവളുടെ ജീവിതം ഒന്നുകൂടി മോശമാകുമെന്നേ ഉള്ളൂ. അതൊക്കെ നിന്റെ തോന്നലാണ് മോനെ. പതുക്കെ പതുക്കെ നീ എല്ലാം മറക്കും. അവളെ നീ സ്നേഹിക്കാൻ തുടങ്ങും. നമ്മൾ ഒരാളെ ഇങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം കണ്ടില്ലെന്ന് അടിക്കാൻ നമുക്കാവില്ല മോനെ. എനിക്ക് കഴിയില്ല അമ്മേ. ഒരു കൊച്ചുകുട്ടിയെ പോലെ അവരുടെ മടിയിൽ കിടന്ന് കരഞ്ഞു. ഒരു പെണ്ണിനും ആശ കൊടുക്കരുത്. ആശ കൊടുത്താൽ വഞ്ചിക്കരുത്. എൻ്റെ മോൻ അവൾക്ക് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ആശ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളെ സങ്കടപ്പെടുത്തരുത്. പെട്ടെന്ന് മദ്യപിച്ച് ബോധമില്ലാത്ത ആ ദിവസം അവൻ്റെ ഓർമ്മയിൽ വന്നു. അന്ന് താൻ അവളെ ചേർത്ത് പിടിച്ച് അവളോട് പറഞ്ഞിരുന്നു തനിക്ക് അവളെ ഇഷ്ടമായിരുന്നുവെന്ന്. മനസ്സിലെവിടെയോ അവളോട് ഇഷ്ടമുണ്ടെന്ന്. അമൃതയുടെ ആത്മാവും സന്തോഷിക്കുകയുള്ളൂ. അവളും ആഗ്രഹിക്കുന്നത് നീ ഒരു വിവാഹം കഴിച്ച് കാണാനാണ്. നീ ഇങ്ങനെ കൂട്ടില്ലാതെ നടക്കുമ്പോൾ ആ കുട്ടിയുടെ ആത്മാവിന് പോലും ഗതി കിട്ടില്ല. പെട്ടെന്ന് അവരുടെ വാക്കുകൾ ശരിവെക്കും പോലെ അവിടെ ഒരു കൊള്ളിയാൻ മിന്നി. നീ നന്നായി ആലോചിച്ച് തീരുമാനിക്കും മോനെ. സ്വന്തം മകൾക്ക് വേണ്ടി നിന്റെ മുൻപിൽ അപേക്ഷിച്ച. അതും പറഞ്ഞ് അവരകത്തേക്ക് കയറിപ്പോയി. വിശാൽ കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അയാൾക്ക് ഉറക്കം വന്നില്ല. എന്ത് തീരുമാനമെടുക്കുമെന്ന് ഓർത്തു അവൻ വേവലാതി പൂണ്ടു. ഒടുവിൽ എപ്പോഴും ഉറങ്ങി. ചുറ്റും ദീപങ്ങൾ കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു അമ്പലമുറ്റം. അവിടെ ഒരു ഗോൾഡൻ കരയുള്ള സെറ്റും മുണ്ടും കൊടുത്ത് കാർത്തിക ദീപം തെളിയിക്കുകയാണ് അമൃത. പെട്ടെന്ന് അവൾ തൻ്റെ അരികിൽ വന്നു. അവൾ ഒന്നുകൂടെ സുന്ദരിയായിരിക്കുന്നു. വിച്ചേട്ടാ, ആ കുട്ടിയെ സങ്കടപ്പെടുത്തരുത്. ഞാൻ വിച്ചേട്ടനെ സ്നേഹിച്ച പോലെ അവൾക്ക് വിച്ചേട്ടനെ സ്നേഹിക്കാൻ കഴിയും. വിച്ചേട്ടൻ അവളെ വിവാഹം കഴിക്കണം. അത് ദൈവഹിതമാണ് വിച്ചേട്ടാ. എന്നെ സങ്കടപ്പെടുത്തല്ലേ. ഞാൻ എന്നും അവളിലൂടെ എൻ്റെ വിച്ചേട്ടനെ കാണും. അമൃത. ഒരു ഞെട്ടലോടെ അവൻ എഴുന്നേറ്റു. അവൾ ശരിക്കും അടുത്തുള്ള പോലെ അവന് തോന്നി. അതെ, അവൾ തൻ്റെ അടുത്ത് വന്ന് തന്നോട് സംസാരിച്ചു. പെട്ടെന്ന് ആ മുറിയിൽ കർപ്പൂരത്തിൻ്റെ ഗന്ധം പടരുന്നതായി അവൻ അറിഞ്ഞു. ഒരു തീരുമാനമെടുത്ത് വിശാൽ ഉറങ്ങാൻ കിടന്നു. പിന്നീട് അവൻ ഉറങ്ങാൻ തടസ്സങ്ങളില്ലായിരുന്നു. എന്നാൽ ഈ സമയം ഒരാൾ ഉറക്കമൊഴിഞ്ഞ് വിശാലിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഡോക്ടർ മിഥുൻ. അത് അയാൾ തന്നെയാണ്. ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും തനിക്ക് അയാളെ മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. മിഥുൻ മനസ്സിൽ ആലോചിച്ചു. അങ്ങനെ മനസ്സിലുറപ്പിച്ചു മിഥുൻ. രാവിലെ ഉണർന്നപ്പോൾ തന്നെ വിശാൽ മാത്യുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ, ഞാൻ വിശാലാണ്. പറയൂ വിശാൽ. ഞാൻ തൻ്റെ കോള് വെയിറ്റ് ചെയ്യായിരുന്നു. ആലോചിച്ചോ? എന്ത് തീരുമാനിച്ചു? എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടാണോ സാർ ഇങ്ങനെയൊരു പ്രപ്പോസൽ കൊണ്ട് മുന്നോട്ട് പോകുന്നത്? എനിക്കറിയാം വിശാൽ. നിത്യ പറഞ്ഞു എല്ലാം. എനിക്ക് സമ്മതമാണ്. ബട്ട് എനിക്ക് നിത്യയോടൊന്ന് സംസാരിക്കണം. അതിനെന്താ, ഞാൻ ഇപ്പം തന്നെ വിളിച്ച് അവൾക്ക് വിശാലിൻ്റെ നമ്പർ കൊടുക്കാം. അങ്ങനെയല്ല, നേരിട്ട് സംസാരിക്കണം. ഞാൻ നാളെ അങ്ങോട്ടേക്ക് എത്താം. എന്നാ ഡിസ്ചാർജ് ആകുന്നത്? ഇന്ന് വൈകിട്ട് ഡിസ്ചാർജ് ആകും. വിശാൽ ഡിസ്ചാർജ് ആയ കുറച്ച് ദിവസം ഞങ്ങൾ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. ഞാൻ വഴി പറഞ്ഞുതരാം. വിശാൽ വീട്ടിലേക്ക് വരൂ. ഓക്കെ, അങ്ങനെയാവട്ടെ. ഞാൻ അവളോട് ഇപ്പോൾ വിശാൽ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയുന്നില്ല.
അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. അവൻ ഫോൺ കട്ട് ചെയ്ത് അടുക്കളയിലേക്ക് ചെന്നു. അമ്മേ, എന്താ വെച്ചു? ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്താ മോനെ? നിത്യ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണ്. സത്യമാണോ മോനെ? അവർ വിശ്വാസമാകാതെ മകനെ നോക്കി. അതെ അമ്മേ. അമ്മയുടെ മകൻ അവൾക്കറിയാതൊരു മോഹം കൊടുത്തു. പക്ഷെ വഞ്ചിക്കില്ല. പിന്നെ അമ്മ പറഞ്ഞതുപോലെ അമൃതയെ അത് ആഗ്രഹിക്കുന്നു. പക്ഷെ എത്രത്തോളം അവളെ സ്നേഹിക്കാൻ കഴിയുമെന്നും അംഗീകരിക്കാൻ കഴിയുമെന്നും എനിക്കറിയില്ല. അതൊക്കെ പതുക്കെ സാധിക്കും മോനെ. പിറ്റേന്ന് മാത്യു പറഞ്ഞനുസരിച്ച് വിശാൽ അവരുടെ വീട്ടിലെത്തി. ഭംഗിയായി നിർമ്മിച്ചൊരു ഇരുനില വീടായിരുന്നു അത്. വലത്തേ സൈഡിലുള്ള പൂന്തോട്ടം, ഇടത്ത് ചെറിയൊരു സ്വിമ്മിംഗ് പൂള്, നല്ല കൂളായൊരു ആംബിയൻസ് ആയിരുന്നു. അവിടെ നിന്നപ്പോൾ അവനൊരു പോസിറ്റീവ് എനർജി കൈവരുന്ന പോലെ. വിശാൽ കോളിംഗ് ബെൽ കൈയമർത്തി. മാത്യു ആയിരുന്നു ഡോറ് തുറന്നത്. വിശാലിനെ കണ്ടപ്പോൾ അയാൾ ഹൃദ്യമായി ചിരിച്ചു. കയറി വരൂ വിശാൽ. അവൻ അകത്തേക്ക് കയറി. അകത്ത് ആദ്യം തന്നെ അവനെ സ്വാഗതം ചെയ്തത് നല്ലൊരു പ്രേയിങ് ഏരിയ ആയിരുന്നു. ഒരു വലിയ തിരുക്കുടുംബത്തിൻ്റെ ഫോട്ടോ, അതിൽ ഭംഗിയായ ഒരു വലിയ കൊന്ത. അത് കണ്ടപ്പോൾ തന്നെ അവന് പകുതി സങ്കടം കുറഞ്ഞു. ആനി അങ്ങോട്ട് വന്നേ, മാത്യു വിളിച്ചു. വിശാലിരിക്കെ. അപ്പോഴേക്കും ആനി വന്നു. ഇതാണ് നിത്യയുടെ മമ്മി. വിശാൽ ചിരിച്ചു. വിശാലിനെ കണ്ടപ്പോൾ ആനിക്ക് ഇഷ്ടപ്പെട്ടു. തൻ്റെ മകൾക്ക് അവൻ നന്നായി ചേരും. ഞാൻ ചായ എടുക്കാം, മോനിരിക്കെ. അത് പറഞ്ഞ് ആനി അകത്തേക്ക് പോയി. വിശാൽ, അമ്മയെ കൂടെ കൊണ്ടുവരാമായിരുന്നില്ലേ? ഇത്രയും യാത്ര പാടാണ്. നിത്യ, അവളുടെ റൂം മുകളിലാണ്, പോയി കണ്ടോളൂ. വേണ്ട, സാറൊന്ന് വിളിക്കൂ. സാറോ? ഇനി അങ്ങനെ വിളിക്കണ്ട. നിത്യ വിളിക്കും പോലെ പപ്പാന്ന് മതി. അതിന് നിത്യ പപ്പാന്നല്ലല്ലോ, മറ്റാഴ്ചന്നല്ലേ വിളിക്കുന്നേ. മാത്യു പൊട്ടിച്ചിരിച്ചു. അപ്പോൾ തനിക്ക് കോമഡി പറയാനൊക്കെ അറിയാലോ. അവനും ആ ചിരിയിൽ പങ്കുകൊണ്ടു. അയാൾ റൂമിൽ ചെന്ന് നിത്യയെ വിളിച്ചു. എടി മോളെ, നിന്നെ കാണാൻ ഒരാൾ വന്നേക്കുന്നു. ആരാ മത്തായിച്ച? നീ വന്ന് നോക്ക്. അവൾ താഴെ ഇറങ്ങി വരുമ്പോൾ ആനി വിശാലിനോട് സംസാരിക്കുകയായിരുന്നു. വിശാലിനെ കണ്ട് ശരിക്കും അവൾ ഞെട്ടി. അവർ സംസാരിക്കട്ടെ, നീ ഇങ്ങി പോര്, മാത്യു പറഞ്ഞു. അവളതനുസരിച്ചു. സാറ് വഴുതെറ്റി വന്നതാണോ? അല്ല, എങ്ങോട്ടായി വന്നതാ? നമുക്ക് പുറത്തിറങ്ങി നിന്ന് സംസാരിച്ചാലോ? അവർ പുറത്തിറങ്ങി സ്വിമ്മിംഗ് പൂളിനരികിലായിരുന്നു. പപ്പ തന്നോടൊന്നും പറഞ്ഞു കാണില്ലെന്ന് എനിക്കറിയാം. എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. അവൾക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ നിമിഷമെങ്കിലും ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചതും കൂടെ ആയിരുന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.